ഓവുലേഷൻ എന്നാൽ അണ്ഡാശയത്തിൽ നിന്നും അണ്ഡം പുറപ്പെടുവിക്കുന്ന പ്രക്രിയയാണ്. ഇതാണ് ഗർഭധാരണത്തിനായുള്ള പ്രധാന ഘട്ടം. ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നവർ ഓവുലേഷൻ സമയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഗർഭധാരണം സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് നോക്കാം. മിക്ക സ്ത്രീകളുടെയും തെറ്റിദ്ധാരണയാണ് ഓവുലേഷൻ ഡേറ്റിൽ അല്ലെങ്കിൽ ഓവുലേഷന് ശേഷമുള്ള ദിവസമാണ് ഗർഭധാരണ സാധ്യത കൂടുതലുള്ളതെന്നാണ്. എന്നാൽ ഓവുലേഷന് മുൻപുള്ള ദിവസങ്ങളിലാണ് ഗർഭധാരണത്തിന് സാധ്യത കൂടുതലുള്ളത്. ഓവുലേഷന് 3 ദിവസം മുൻപുള്ള ഗർഭധാരണ സാധ്യത 15%, 2 ദിവസം മുൻപുള്ള സാധ്യത 28%, എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഓവുലേഷന് 1 ദിവസം മുൻപാണ്, അതായത് 34%. ഓവുലേഷൻ ദിവസത്തിൽ ഈ സാധ്യത 21%-ആയി കുറയുന്നു. ഇനി ഓവുലേഷന് 1 ദിവസം ശേഷമാണെങ്കിലും ഗർഭധാരണ സാധ്യത വെറും 2%-ൽ താഴെ മാത്രമാണ്. കാരണം എന്തെന്നാൽ ഓവുലേഷൻ സംഭവിച്ച് അണ്ഡാശയത്തിൽ നിന്നും പുറത്തു വരുന്ന അണ്ഡം 12 മുതൽ 24 മണിക്കൂർ വരെ മാത്രമാണ് ഫെർട്ടിലൈസ് ചെയ്യപ്പെടാൻ സാധിക്കുന്നത്. എന്നാൽ ഉള്ളിലെത്തുന്ന ബീജം 3 മുതൽ 5 ദിവസം വരെ സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ സജീവമായിരിക്കും. ഗർഭധാരണത്തിനായുള്ള സാധ്യതകളുടെ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കിയാൽ കൂടുതൽ വേഗത്തിലും അനായാസമായും ഗർഭധാരണം സാധ്യമാക്കാവുന്നതാണ്.